السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതികാര ചിന്ത എന്നുള്ളത് അതൊരു ജാഹിലി സംസ്കാരമാണ്. പ്രതികാര ചിന്തയുമായി നടക്കുകയും അതിനു വേണ്ടി കാലം കഴിക്കുകയും അക്രമ പ്രവർത്തികൾ തുടർത്തുകയും ചെയ്ത സമൂഹമായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാഗതമാകുന്നതിന് മുമ്പുള്ള അറേബ്യൻ ജനപദം എന്നുള്ളത്. അവരുടെ പ്രത്യേകത, അവർക്ക് ഒരാളോട് പകയുണ്ടായാൽ, ഒരാളോട് ദേഷ്യമുണ്ടായാൽ പിന്നീട് ആ പക തീരുന്നതുവരെ വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു. അഥവാ എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നാലും ആ പക പൂർത്തീകരിക്കുന്നത് വരെ അവർ കാത്തിരിക്കുമെന്നുള്ളതാണ്. അത് ജാഹിലി സംസ്കാരമായിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ ഒരാൾ മറ്റൊരാളെ വധിച്ചാൽ ഈ വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർ ഈ കൊലയാളിയെ തിരിച്ചു വധിക്കണം. തിരിച്ചു വധിച്ചിട്ടില്ലെങ്കിലോ വധിക്കപ്പെട്ട വ്യക്തി ഒരു ഹാമത്തിന്റെ രൂപത്തിൽ, ഒരു പക്ഷിന്റെ രൂപത്തിൽ വന്ന് ഇയാളുടെ കുടുംബക്കാരോട് പറയും, എൻ്റെ കൊലയാളിയുടെ രക്തം എനിക്ക് തരൂ എന്ന് പറയുമെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ കഴിയും, ലാ ദുവ വലാ തീറത വലാ ഹാമത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാതൊരു പകർച്ചവ്യാധിയും ഇല്ല. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ശകുനമില്ല,
എന്നിട്ട് നബി അതിനോട് ചേർത്തി പറഞ്ഞതാണ് ഹാമ്മത്തുല്ല. എന്താ ഹാമ്മത്ത് എന്ന് പറഞ്ഞാൽ? ഈ ഹദീസ് വിശദീകരിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ പറയാണ്, വഹിയ ഇസ്മുൻ ലിത്വാഇരിൻ യതീറു ബില്ലൈലി കാനൂ യതശാഅമൂന ബിഹി വകാനൂ യഅതഖിദൂന അന്ന റൂഹൽ ഖതീരി ഇദാ ലം യുഖദ് ബിസഅരിഹി സാറതൻ ത്വാഇറൻ യഖൂലു സ്കൂനി സ്കൂനി എന്ന് പറയുമെന്നുള്ളതാണ്. അഥവാ എന്താണ് ഇപ്പോൾ ഇത് വിശദീകരിച്ചാൽ, ഇപ്പം ഞാൻ മരണപ്പെട്ടാൽ, എന്നെ ഒരു വ്യക്തി വധിച്ചാൽ, എൻ്റെ കുടുംബക്കാർ എന്നെ കൊന്ന വ്യക്തിയെ തിരിച്ചു കൊല്ലണം. ഇല്ലെങ്കിലോ ഞാനൊരു ഹമ്മത്തിൻ്റെ രൂപത്തിൽ, ഒരു പക്ഷിൻ്റെ രൂപത്തിൽ പിന്നീട് വരികയും എൻ്റെ കുടുംബക്കാരോട് പറയും, എൻ്റെ കൊലയാളിയുടെ രക്തം എനിക്ക് തരൂ എന്ന് പറയുമെന്ന് അറബികൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാദുവ വലാ തീറത വലാ ഹാമ്മത, പകർച്ചവ്യാധിയില്ല, ശകുനമില്ല, ഹമ്മത്തുല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ ജാഹിലി സംസ്കാരമാണ് പ്രതികാര ചിന്തയുമായി, പ്രതികാര മനോഭാവവുമായി കൊണ്ട് ഒരാൾ നടക്കുക എന്ന് പറഞ്ഞാൽ. ജാഹിലിയത്തിൽ അവര് ഒരാളോട് പ്രതികാരം വെച്ചാൽ അത് പൂർത്തീകരിക്കുന്നത് വരെ ഭാര്യയെ പ്രാപിക്കൂല. അഥവാ സ്വന്തം ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവർ തയ്യാറാകൂല. അതിനു മുമ്പ് എന്ത് ചെയ്യും? ഇയാളോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി കാത്തിരിക്കും. അതേപോലെ തന്നെ അവർ സുഗന്ധം ഉപയോഗിക്കൂല. ഇയാളുടെ പ്രതികാരത്തിന് വേണ്ടി ശപഥം ചെയ്താൽ ഭാര്യയെ പ്രാപിക്കൂല, സുഗന്ധം ഉപയോഗിക്കില്ല, കുടിക്കില്ല, കള്ള് കുടിക്കില്ല. കള്ള് എന്നുള്ളത് അന്ന് അവർക്ക് നിഷിദ്ധമൊന്നല്ല, അവർക്കിടയിൽ സാധാരണയായിട്ടുള്ള വിഷയമായിരുന്നു. അപ്പൊ അതുപോലും അവർ ഒഴിവാക്കും. എന്തിനു വേണ്ടിയിട്ട്? കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നാലും അവർക്ക് പ്രശ്നമല്ല. എന്നാലും ആ പ്രതികാരം വീട്ടുന്നതിന് വരെ അവർ കാത്തിരിക്കുമെന്നുള്ളതാണ്. നമുക്ക് കാണാൻ കഴിയും, ജാഹിലിയത്തിലെ അറിയപ്പെട്ട കവിയാണ് ഇംറുൽ ഖൈസ്. ആ ഇംറുൽ ഖൈസിന്റെ പിതാവിനെ ചില ആളുകൾ വധിച്ചു. ആ വധിച്ച വിവരം ഈ മനുഷ്യൻ അറിഞ്ഞ സമയത്ത് അയാൾ പറയുന്നൊരു വാക്കുണ്ട്, അൽയൗമു ഖംറുൻ വഗദൻ അംറുൻ. ഇന്ന് കള്ള് നാളെ കാര്യം. അഥവാ ഇന്നും കൂടി ഞാൻ കണ്ടുപിടിക്കും, ഇന്നും കൂടി എൻ്റെ ലഹരി ഞാൻ ഉപയോഗിക്കും, എൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും ഞാൻ ഇന്നും പൂർത്തീകരിക്കും. നാളെ മുതലോ പിന്നെ കണ്ടുപിടിക്കൂല. എൻ്റെ പിതാവിൻ്റെ കൊലയാളികളെ തിരിച്ചു കൊല്ലുന്നത് വരെ, അവരുടെ രക്തം ചിന്തുന്നത് വരെ ഇനി ഞാൻ കള്ള് തൊടില്ല എന്ന് ഇംറുൽ ഖൈസിന്റെ കവിതയിൽ കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ആ പ്രതികാരദാഹവുമായി കൊണ്ട്, പ്രതികാര ചിന്തയുമായി കൊണ്ട് നടന്നവരായിരുന്നു ജാഹിലിയത്തിലെ ആളുകൾ. എന്നാൽ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം പ്രതികാര ചിന്തയും പ്രതികാര മനോഭാവവും അവരിൽ നിന്ന് പാടെ ഒഴിവായിട്ടുണ്ട്. അതിനവർക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് പ്രവാചകന്റെ സ്വഭാവ രീതിയാണ്. പ്രവാചകൻ ആക്രമിച്ചവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളതിൽ സ്വഹാബികളുടെ ജീവിതത്തിൽ അത് വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചില ആളുകൾ വന്ന് എല്ലാ വസ്തുക്കളും മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോയി. അഥവാ അന്ന് അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം പോലും, അതിനുള്ള വക പോലും ബാക്കി വെക്കാതെ വീട്ടിലുള്ള മുഴുവൻ വസ്തുക്കളും മോഷണം നടത്തി. പിന്നീട് കുടുംബക്കാരായ ആളുകൾ തിരിച്ചു വന്നപ്പോൾ മോഷണം നടന്നു എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ വീട്ടിലെ ചില ആളുകൾ ഈ മോഷ്ടാക്കൾക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തി. ശാപ പ്രാർത്ഥന നടത്തിയ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം പറയാണ്, അല്ലാഹുവേ, എൻ്റെ വസ്തുക്കൾ മോഷ്ടിച്ച മോഷ്ടാവ്, അയാൾ അതിനെ ആവശ്യക്കാരനാണെങ്കിൽ നീ അതിന് പുറത്തു കൊടുക്കണം റബ്ബേ. അപ്പം അയാൾക്ക് പട്ടിണി കൊണ്ടാണ്, പ്രയാസം കൊണ്ടാണ് മോഷ്ടിച്ചതെങ്കിൽ റബ്ബേ നീ അയാൾക്ക് പുറത്തു കൊടുക്കുക. റബ്ബേ, അയാള് അനാവശ്യക്കാരനാണെങ്കിൽ, അതിനാവശ്യമില്ലാത്ത ആളാണെങ്കിലോ ഇത് അയാളുടെ അവസാനത്തെ മോഷണാക്കണേ. ഇനി അയാൾക്ക് മോഷണത്തിനുള്ള താല്പര്യം അയാളുടെ മനസ്സിൽ ഇട്ട് കൊടുക്കണേ, അല്ലെ അങ്ങനെ തോന്നല്ലേ എന്ന രൂപത്തിൽ ആര് പ്രാർത്ഥിക്കാണ്? ഒന്നാലോചിച്ച് നമുക്കൊക്കെ ആ ഒരു തരത്തിലും ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും ഒരാള് മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ഈ രൂപത്തിൽ പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അവർക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയമായ സ്വഭാവ രീതി കണ്ടുപഠിച്ചത് കൊണ്ടാണ് അവർക്ക് കഴിയുന്നത്. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഇമാം മാലിക് ബിൻ ദീനാർ റഹ്മഹുല്ലാഹ് അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ മതില് ആരോ ചാടുന്ന ശബ്ദം കേട്ടു. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ ഒരു കള്ളനുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ മാലിക് ബിൻ ദീനാർ റഹ്മഹുല്ലാഹ് നിസ്കാരം അവസാനിപ്പിച്ചില്ല.
കാരണം അദ്ദേഹത്തിന് അറിയാം ഈ കള്ളം വന്ന് എങ്ങനെ നോക്കുകയാണെങ്കിലും എടുത്തു കൊണ്ടുപോകാൻ വില മതിക്കുന്ന വസ്തുക്കളൊന്നും വീട്ടിലില്ല. അദ്ദേഹം നിസ്കാരമൊക്കെ പൂർത്തീകരിച്ച് പിന്നെ ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന കള്ളനെ വിളിച്ചു. എന്നിട്ട് ചോദിക്കാണ്, സഹോദര എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ കള്ളൻ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വുളൂവും പഠിപ്പിച്ചു, നിസ്കാരം പഠിപ്പിച്ചു. പിന്നീട് ഫജറിൻ്റെ സമയമായപ്പോൾ, സുബഹിൻ്റെ സമയമായപ്പോൾ ഈ കള്ളൻ്റെ കയ്യും പിടിച്ചിട്ടാണ് സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ പള്ളിയിലെ ആളുകൾ കാണുന്ന സമയത്ത് ഇമാമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്? അതിഥിയാണോ, വിരുന്നുകാരനാണോ, ഇതുവരെ കാണാത്ത ഒരാളാണല്ലോ. അപ്പം അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, ജാ അലി യസ്രികനി ഫസറക്തഹു, അവൻ വന്നത് എന്നെ മോഷ്ടിക്കാനാണ്, പക്ഷെ ഞാൻ അവനെ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ദീന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അപ്പം തന്നെ മോഷ്ടിക്കാൻ വന്ന ആളുകളോട് പോലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികാര ചിന്തയുമായി കൊണ്ട് മുൻഗാമികൾ നടന്നിട്ടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയാണ്, ലൗ അന്ന റജുലൻ ശതമനി ഫീ ഉദ്നി ഹാദിഹി വഅതദറ ഫീ ഉദ്നി അൽ-ഉഖറ ലഖബിൽതു ഉദറഹു. ഒരാൾ എൻ്റെ ഈ ചെവിയിൽ വന്നിട്ട് എന്നെ തെറി വിളിച്ചു, എന്നെ ചീത്ത വിളിച്ചു. മറ്റുള്ള ആളുകൾ കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന വിഷയങ്ങൾ എൻ്റെ ചെവിയിലൂടെ അയാൾ പറഞ്ഞ് പിന്നെ രണ്ടാമത്തെ ചെവിയിലൂടെ വന്നിട്ട് അയാൾ എന്നോട് ക്ഷമാപണം നടത്തി, എന്നാൽ ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കും. ഇപ്പം ഈ ചെവിയിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, എന്നെ ചീത്ത വിളിക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ ചെവിയിൽ വന്നിട്ട് എന്നോട് ക്ഷമാപണം പറഞ്ഞു, മാപ്പ് പറഞ്ഞു, നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയുമോ? എന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അവന് പുറത്തു കൊടുക്കും. എനിക്ക് അവനോട് പ്രതികാരദാഹമില്ല, പ്രതികാര ചിന്തയില്ല, ആ രൂപത്തിൽ ഞാൻ അവന് പുറത്തു കൊടുക്കുമെന്ന് മഹാനായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകളുടെ ഹൃദയങ്ങൾ പരസ്പരം നീറുകയാണ്. അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, അവൻ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അവരെനിക്കെതിരെ അങ്ങനെ പ്രവർത്തിച്ചു, അവരെനിക്കെതിരെ ഇങ്ങനെ പ്രവർത്തിച്ചു, അതൊക്കെ പറഞ്ഞിട്ട് മനസ്സുകൾ പരസ്പരം ഉമ്മിത്തി കണക്കെ നീറുകയാണ്. ഇപ്പോഴും നോക്കി, കഴിഞ്ഞ റമദാൻ നമ്മളിത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. റമദാനിൻ്റെ മുമ്പിൽ, റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് പല ആളുകളും ചിലപ്പോൾ നമുക്ക് ദേഷ്യം കുറിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ആ റമദാൻ കഴിഞ്ഞിട്ടും ഇപ്പം എത്ര ദിവസം കഴിഞ്ഞല്ലോ, ഇപ്പോഴും ആ റമദാൻ കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ മനസ്സിൽ ചില ആളുകളുമായി കൊണ്ട് പ്രതികാര ചിന്തയുണ്ടെങ്കിൽ, ചില ആളുകളോട് വെറുപ്പുണ്ടെങ്കിൽ, ചില ആളുകളുടെ തീരാത്ത പകയുണ്ടെങ്കിൽ, റമദാൻ കൊണ്ട് എന്ത് ചൈതന്യമാണ് നമ്മൾ ഉണ്ടാക്കിയത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ ലഭിച്ചിട്ടും നമ്മുടെ ഹൃദയത്തിലെ പകയും വിദ്വേഷവും കഴുകിക്കളയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യരെ പിന്നെന്തിനാണ് നമുക്ക് റമദാൻ? അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പകയും വിദ്വേഷമൊന്നും വെച്ച് നടന്നിട്ട് കാര്യമില്ല. ഏറിപ്പോയ ഒരു 60 കൊല്ലം, ഏറിപ്പോയ 70 കൊല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഅ്മാർ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം 60-ൻ്റെയും 70-ൻ്റെയും ഇടക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, പ്രവാചകൻ പറഞ്ഞ ആ പ്രായത്തിലേക്ക് ഇനി എത്ര കൊല്ലേ നമുക്ക് ബാക്കിയുള്ളൂ? ഏറിപ്പോയ 60 കൊല്ലം, ഏറിപ്പോയ 70 കൊല്ലം, അത്രയൊക്കെ ഉണ്ടാകുള്ളൂ. ഈ തുച്ഛമായ ജീവിതത്തിൻ്റെ കാലയളവിൽ ഇപ്പോഴും പകയും വിദ്വേഷവും വെറുപ്പും വെച്ച് നടന്നിട്ട് അങ്ങനെ മരണപ്പെട്ടിട്ട് എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് പ്രതികാര ചിന്ത ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. ഇമാം ഇബ്നു ജൗസി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുന്ന വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരിക്കൽ യഹ്യ ബിൻ ഉബൈറ എന്ന് പറയുന്ന പണ്ഡിതന്റെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഈ യഹ്യ ബിൻ ഉബൈറ എന്ന് പറയുന്ന പണ്ഡിതന്റെ പ്രത്യേകത, അദ്ദേഹം ആ നാട്ടിലെ വസീർ, മന്ത്രിയാണ്. ഇപ്പൊ മന്ത്രിയാണ്, അതേപോലെ തന്നെ ദീനി വിഷയങ്ങളിലൊക്കെ അറിവുള്ള നൈപുണ്യമുള്ള പണ്ഡിതനാണ്. നെഹവിന്റെ വിഷയത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കൊലയാളിയെ പിന്നെ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് കൊണ്ടുവന്നു. ഈ കൊലയാളിയെ കൊണ്ടുവരുന്നത് ആരാണ്? ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാരാണ്. ശ്രദ്ധിക്കണേ,
കൊലയാളിയെ കൊണ്ടുവരുന്നത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർ കയ്യിൽ കയറൊക്കെ കെട്ടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് യഹ്യ ഇബ്നു ഹുബൈറയോട് പറയാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ ഇന്നാലിന്നാളെ ഇയാൾ വധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാളുടെ മേലിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കണം, താങ്കൾ വസീറാണ്, മന്ത്രിയാണ്. അപ്പൊ അത് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ യഹ്യ ഇബ്നു ഹുബൈറ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇവർ പറയുന്ന കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അഥവാ നിങ്ങൾ കൊലപാതകം നടത്തിയിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ട്, മനഃപൂർവ്വമല്ല, ഞാനും അയാളും തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി. ആ തർക്കം മൂത്ത സമയത്ത് എന്ത് ചെയ്തു, എൻ്റെ കൈ കൊണ്ട് അറിയാതെയാണ് അയാൾ മരണപ്പെട്ടത്, മനഃപൂർവ്വമല്ല. പക്ഷെ എന്നാലും അയാൾ കൊലപാതകിയാണ്, ഇസ്ലാമിക ശിക്ഷ അയാളുടെ മേൽ നടപ്പിലാക്കണം. ഇപ്പൊ യഹ്യ ഇബ്നു ഹുബൈറ എന്ന് പറയുന്ന വസീർ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാരോട് ചോദിക്കാണ്, ഞാൻ നിങ്ങൾക്ക് 600 ദീനാർ തരാം, 600 ദീനാർ, 600 സ്വർണ്ണ നാണയം ഞാൻ നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ ഇയാളെ വെറുതെ വിടുമോ, ഇയാളെ എനിക്ക് വിൽക്കൂ, ബ്ലഡ് മണി ആയിക്കൊണ്ട് ആ മരണപ്പെട്ട വ്യക്തിയുടെ ദിയായിട്ട് ബ്ലഡ് മണി ആയിട്ട് ഞാൻ 600 ദീനാർ തരാം, നിങ്ങൾ ഇയാളെ എനിക്ക് വിൽക്കുമെന്ന് ചോദിച്ചു. കുടുംബക്കാരായ ആളുകൾ അതിനെ സംബന്ധിച്ച്, കാരണം 600 ദീനാർ എന്ന വലിയ സംഖ്യയാണ്, അയാളുടെ കുടുംബത്തിന് ജീവിക്കാൻ അത് മതി. അപ്പൊ അതിനവർ സമ്മതിച്ച് ഈ 600 ദീനാർ ഈ വസീർ, ഈ മന്ത്രി ഈ കൊലയാളിക്ക് വേണ്ടി കൊടുത്തു. വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർ അത് വാങ്ങി അവർ തിരിച്ചുപോയി. അപ്പോഴും ഈ വസീറിന്റെ അരികിൽ ആരിയിരിക്കേണ്ട, മന്ത്രിന്റെ അരികിൽ ഈ കൊലയാളി ഇരിക്കുന്നുണ്ട്. അയാൾ ആകെ അവശനാണ്, ആകെ സങ്കടപ്പെട്ടിട്ടാണ്. കാരണം കൊലപാതകം എന്ന പാപം അയാളിൽ സംഭവിച്ചു എന്നുള്ള ചിന്ത മനസ്സിൽ തട്ടിയിട്ട് അയാൾ അവിടെ നിന്ന് കരയാണ്. അപ്പൊ യഹ്യ ഇബ്നു ഹുബൈറ അയാളുടെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് പറഞ്ഞു, സാരല്ല, അയാൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് തൗബ ചെയ്യും, ഇസ്തിഗ്ഫാർ നടത്തി. എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഒരു 50 ദീനാറും കൊടുത്തു. കൊലയാളിയുടെ ആളുകൾക്ക് എത്രയാണ്, കുടുംബക്കാർക്ക് 600, ഈ വ്യക്തിക്ക് 50 ദീനാറും. എന്നിട്ട് അയാളോട് പോകാൻ പറഞ്ഞു. ഇതൊക്കെ ആര് കാണുന്നുണ്ട്? ഇബ്നു ജൗസി റഹ്മഹുള്ളയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഈ രംഗം ഇങ്ങനെ കാണുന്നതാണ്. ഇയാൾ പോയതിന് ശേഷം ഇവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ട് ഇമാം നിങ്ങളുടെ പ്രവർത്തനത്തിൽ. കാരണം 600 ദീനാറാണ് നിങ്ങൾ അയാളുടെ കുടുംബക്കാർക്ക് വേണ്ടി കൊടുത്തത്, 50 ദീനാറ് അയാൾക്കും നിങ്ങൾ കൊടുത്തു, ഏകദേശം 650 ദീനാറുകൾ പടന്ന് ചെലവഴിച്ചു. ഇങ്ങനൊക്കെ ചെലവഴിക്കാൻ ആരാ മനുഷ്യൻ? ഈ കൊലയാളി നിങ്ങളുടെ കുടുംബക്കാരനാണോ, നിങ്ങളുടെ കൂട്ടുകാരനാണോ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്? ഇത്രത്തോളം നിങ്ങൾ പരിഗണിക്കാൻ ഈ മനുഷ്യനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ സമയത്താണ് യഹ്യ ഇബ്നു ഹുബൈറ അദ്ദേഹത്തിന്റെ പഴയ ജീവിതം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ 2 കണ്ണിൽ ഒരു കണ്ണിന് കാഴ്ച ഇല്ലാത്തവരെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. വസീർ ചോദിക്കാണ്, മന്ത്രി ചോദിക്കാണ് ഇബ്നു ജൗസിയോട്. ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി പറഞ്ഞില്ല, ഞങ്ങൾക്കറിയില്ല, എൻ്റെ ധാരണ ഉസ്താദിന്റെ 2 കണ്ണിന് കാഴ്ച ഉണ്ടെന്നാണ്. അദ്ദേഹം പറഞ്ഞു, അല്ല, എൻ്റെ ഇടത്തെ കണ്ണിന് കാഴ്ച ഇല്ല. എൻ്റെ ഇടത്തെ കണ്ണിനെ കാഴ്ച നഷ്ടപ്പെടാൻ കാരണം ആരാന്നറിയോ? ഈ കൊലയാളിയാണ്. എപ്പോഴാണ്? അഥവാ ഞാൻ മന്ത്രിയൊക്കെ ആകുന്നതിൻ്റെ മുമ്പ് പണ്ട് വിദ്യാർത്ഥിയാണ്, ദീന് പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലേക്ക് ഈ കൊലയാളി പഴക്കച്ചവടത്തിന് വേണ്ടി വന്നു. കച്ചവടക്കാരനാണ്. അപ്പോൾ അയാളുടെ കൊട്ടയിൽ ധാരാളം പഴങ്ങളായിട്ടാണ് എൻ്റെ നാട്ടിലേക്ക് വന്നത്. ആ പഴം താഴേക്ക് ഇറക്കി വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യേണ്ട, കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് ഞാൻ ഇത് വായിക്കുന്നത്. ഇയാളുടെ അവിടെയുള്ള കച്ചവടം കഴിഞ്ഞ് പിന്നീട് അടുത്ത നാട്ടിലേക്ക് പോകുമ്പോൾ ഈ കൊട്ട ഒറ്റക്ക് തലയിലേക്ക് വെക്കാൻ അയാൾക്ക് കഴിയണില്ല. അപ്പൊ അടുത്ത് വായിച്ചിരുന്ന എന്നെ വിളിച്ചു. ഞാൻ വായനയിൽ ഇങ്ങനെ മുഴുകിയത് കൊണ്ട് അയാളുടെ വിളിക്കുത്തരം നൽകിയില്ല. അപ്പൊ ദേഷ്യം വന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, കൊട്ടയിൽ നിന്ന് ഒരു പഴം എടുത്തിട്ട് നേരെ എൻ്റെ നേരേക്ക് എറിഞ്ഞു. സാധാരണ ഒന്നും വിചാരിച്ചെറിഞ്ഞതല്ല, ആ ഒരു ദേഷ്യത്തിന് എറിഞ്ഞത് മാത്രമാണ്. പക്ഷെ ആ പഴം വന്ന് കൊണ്ടത് എൻ്റെ കണ്ണിലാണ്. കണ്ണിന് ശക്തമായിട്ട് മുറിവുണ്ടായി, കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങി. ഇപ്പോൾ ഒരു കണ്ണിന് പരിപൂർണമായിട്ടും കാഴ്ചയില്ല. അപ്പൊ എൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുത്തിയ ആളാണ് ആര്? ഈ കൊലയാളി. ഞാൻ അയാൾ അന്ന് കണ്ടതാ, പിന്നെ കാണുന്നത് എപ്പോഴാണ്? ഇപ്പൊ ഞാൻ വസീറായിട്ട് എൻ്റെ മുമ്പിൽ ഈ കേസ് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു വികാരമുണ്ട്. എന്താണെന്നറിയോ? കഴിവുള്ളപ്പോൾ പ്രതിക്രിയയുടെ വിഷയത്തിൽ ഒരാൾക്ക് മാപ്പ് കൊടുക്കണം എന്നുള്ളത്. ഇപ്പൊ എനിക്ക് അയാൾക്കെതിരെ എൻ്റെ ഒരു കണ്ണിന് പകരം 2 കണ്ണെടുക്കാൻ എനിക്കിന്ന് കഴിവുണ്ട്. ആ മനുഷ്യൻ കൊലയാളിയാണ്. അവിടെ 600 ദീനാർ കൊടുക്കാതെ അയാളെ വകവരുത്താൻ ഇന്ന് എനിക്ക് കഴിവുണ്ട്. പക്ഷെ ആ സമയത്തും ഞാൻ മാപ്പ് കൊടുക്കുമ്പോഴാണ് അള്ളാഹിന്റെ മുമ്പിൽ എനിക്ക് ഉയരാൻ കഴിയുക.
അതാണ് പ്രതിക്രിയയുടെ വിഷയത്തിൽ ഒരാൾക്ക് കഴിവുണ്ടായിരിക്കെ മാപ്പ് കൊടുക്കുമ്പോഴാണ് സ്ഥാനം ഉയരുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് യഹ്യ ബിൻ ഹുബൈറ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതന്റെ ജീവിതം. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പ്രതികാര നടപടിയിൽ പ്രവാചകന്റെ രീതി എങ്ങനെയായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമൻ ലഹു വലാ ഇംറഅതൻ വലാ ളറബ ബിയദിഹി ഷൈആ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഒരു അടിമയെ പോലും അടിച്ചിട്ടില്ല. റസൂലുള്ളാഹിക്ക് ഒന്നിൽ കൂടുതൽ ഏകദേശം 11ഓളം ഭാര്യമാരുണ്ട്. ഒരൊറ്റ ഭാര്യയെ പോലും പ്രവാചകൻ അടിച്ചിട്ടില്ല. റസൂലുള്ളാഹിക്ക് ഒരുപാട് അടിമകളാണ്. അനസ് ബിൻ മാലിക്, അതേപോലെ തന്നെ ഉഖബത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, റബീഅ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒരുപാട് അടിമകളുണ്ട്. പക്ഷെ ഒരാളെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? ഒരു തവണ പോലും അടിച്ചിട്ടില്ല. നബിയുടെ ഭാര്യമാരെ ഒരു തവണ പോലും പ്രവാചകൻ അടിച്ചിട്ടില്ല. എന്നിട്ട് വീണ്ടും ആയിഷ ബീബി പറയാണ്, വല്ലാഹി മൻ തഖമ ലിനഫ്സിഹി ഫി ഷൈഇൻ യുഅ്താ ഇലൈഹി ഖത്തുൻ ഹത്താ തുൻതഹക ഹുർമാത്തുല്ലാഹി ഫയന്തഖിമു ലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വന്തത്തിന് വേണ്ടി പ്രതികാരം ചോദിച്ചിട്ടില്ല. നബിയെ ഒരാൾ ദ്രോഹിച്ച് ആ വിഷയത്തിൽ ഒരാളോട് പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല? വ്യക്തിപരമായ വിഷയത്തിൽ പ്രതികാരം ചോദിച്ചിട്ടില്ല. എന്നാൽ പ്രവാചകൻ പ്രതികാരം ചോദിച്ചത്, ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കിയത് അവിടെ ഒരു മനുഷ്യൻ ഹറാമ് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. അതല്ലാതെ റസൂലുള്ളാഹിന്റെ വ്യക്തിപരമായ വിഷയത്തിൽ, പ്രവാചകന്റെ കുടുംബപരമായ വിഷയത്തിൽ ഒരാളോടും നബി എന്ത് ചെയ്തിട്ടില്ല? പ്രതികാരം ചോദിച്ചിട്ടില്ല. ഈ ഹദീസ് വിശദീകരിച്ചതിന് ശേഷം രണ്ടാം ഷാഫി എന്നറിയപ്പെട്ട അല്ലാമ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയാണ്, ഈ ഹദീസിൽ നിന്നും ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠമാണ് ഭരണാധികാരികൾ, നേതാക്കളായ ആളുകൾ, ഖാദിമാർ, ഇസ്ലാമിക ഭരണകൂടത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു സ്ഥാനം വഹിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരിക്കലും അവരുടെ വ്യക്തിപരമായ വിഷയത്തിൽ തന്റെ കീഴിലുള്ള ആളുകളെ പ്രതികാരം കിട്ടാൻ പാടില്ല. അവർ ശിക്ഷാ നടപടി എടുക്കേണ്ടത് ഏത് വിഷയത്തിലാണ്? അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അയാളുടെ പേരിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കാം. അതല്ലാതെ എന്നെ വ്യക്തിപരമായി എന്തെങ്കിലും ചീത്ത വിളിച്ചാൽ, എന്നെ ശാരീരികപരമായി പ്രയാസപ്പെടുത്തിയാൽ, എൻ്റെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ കീഴിലുള്ള ഒരാളെപ്പോലും പ്രതികാര മനോഭാവവുമായിക്കൊണ്ട്, പ്രതികാര ചിന്തയുമായിക്കൊണ്ട് ഒരു ഭരണാധികാരി നോക്കാനോ അവർക്കെതിരെ പ്രവർത്തിക്കാനോ പാടില്ല എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണെന്ന് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയാണ്. ഇന്ന് പല ആളുകളും വ്യക്തിപരമായ പ്രതികാര ചിന്തകളാണ്, ദീനിന്റെ വിഷയത്തിലല്ല. അള്ളാഹു നിഷിദ്ധമായ ഒരു കാര്യം ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ആ വിഷയത്തിൽ അയാളോടുള്ള വെറുപ്പല്ല, വ്യക്തിപരമായ വിഷയം, സ്വന്തം കാര്യത്തിന്റെ പേരില പ്രതികാരം, സ്വന്തം കാര്യത്തിന്റെ പേരില പ്രതികാര മനോഭാവം. അതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല. ഇന്ന് ലോകം അറിയപ്പെട്ട ഭരണാധികാരികളായ ചില ആളുകളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂരനായ ഭരണാധികാരികളുടെ കൂട്ടത്തിൽപ്പെട്ട അഡോൾഫ് ഹിറ്റ്ലർ ഒരുപാട് ജൂതന്മാരെ, ഏകദേശം 60 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ, യഹൂദികളെ ഗ്യാസ് ചാമ്പറിൽ ഇട്ട് അദ്ദേഹം കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം ഈ മനുഷ്യന് ജൂതന്മാരോട് വെറുപ്പ് വരാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയാണ്, എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവ് ഒരു ജൂതനാണ്. അതേപോലെ തന്നെ എനിക്ക് ഇത്രത്തോളം ജൂതന്മാരോട് വെറുപ്പ് വരാനുള്ള കാരണം എൻ്റെ പിതാവിൻ്റെ സഹോദരി, എൻ്റെ അമ്മായിയാണ്. ഇവർ രണ്ടുപേരും ജൂതന്മാരായിരുന്നു. അവരോടുള്ള വെറുപ്പാണ്. വലിയ ചരിത്രം, ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. ആ പിതാവ് എന്താ ചെയ്തതെന്നുള്ളതൊക്കെ നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ അവരോടുള്ള വെറുപ്പും വിദ്വേഷവുമാണ് ഞാൻ പിന്നീട് എന്ത് ചെയ്യണത്, ഈ 60 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ കൊല്ലാനുള്ള കാരണമെന്ന് അഡോൾഫ് ഹിറ്റ്ലർ പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് ആളുകൾ, ഭരണാധികാരികൾ, നേതാക്കന്മാരായ ആളുകൾ, അവർ മറ്റുള്ള ആളുകളോടുള്ള വെറുപ്പും വിദ്വേഷവും വ്യക്തിപരമായിട്ട് എടുക്കുകയാണ്. എന്നാൽ പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല? ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായിട്ട് ഒരാളോടും പ്രതികാരം ചോദിച്ചിട്ടില്ല. തന്നെ ആക്രമിക്കാൻ വന്ന അക്രമിയോട് പോലും മാന്യമായി പെരുമാറിയ മഹനീയ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി മക്കാ വിജയത്തിന് ശേഷം കഅബാലയത്തിൽ വന്ന് കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുക. ശ്രദ്ധിക്കണേ, മക്കാ വിജയത്തിന് ശേഷം കഅബാലയം ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോഴാണ് പുറകിൽ ഫുദാലത്ത് ബിൻ ഉമൈർ അൽ-ലൈസി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിഷം പുരട്ടിയ കടാരുണ്ട്. അത് അയാളുടെ അവസരം കാത്തിരിക്കുകയാണ്. എപ്പോഴാണോ അവസരം കിട്ടണത് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുത്താൻ വേണ്ടി അവസരം ഇങ്ങനെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലൂടെ ഇങ്ങനെ വരികയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിക്ക് വഹി അറിയിച്ചു കൊടുത്തു, നബിയെ പുറകിൽ ഫുദാലുണ്ട്, ഫുദാലിൻ്റെ കയ്യിൽ വിഷം പുരട്ടിയ കടാരുണ്ട്, അവസരം കാത്തിരിക്കുകയാണ് നിങ്ങളെ കുത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിലേക്ക് തിരിഞ്ഞു. ഫുദാലിനെ കണ്ടപ്പോൾ ഫുദാലിനെ അടുത്തേക്ക് വിളിച്ചു. ഫുദാല അടുത്തേക്ക് വന്നപ്പോൾ ഫുദാലിനോട് ചോദിക്കുകയാണ്, ഫുദാല നീ എന്താ പറയണത്? അപ്പോൾ ഫുദാല ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, അദ്കുറുല്ലാഹ്, ഞാൻ ദിക്ർ ചൊല്ലിയാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിട്ട് നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടന്നതാണ് നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചിട്ട് ഫുദാലിൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ തട്ടി, എന്നിട്ട് പറയാണ്, ഇസ്തഗ്ഫിരില്ലാഹ്, ഫുദാല നീ പാപമോചനം തേട്. ഇപ്പം എന്നോട് കളവ് പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ വിഷം പുരട്ടിയ കടാരല്ലേ, എന്നെ കൊല്ലാനല്ലേ നീ വന്നത്, നീ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യ ഫുദാല എന്ന് പറഞ്ഞ അക്രമിയോട് പോലും മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമ കാണിച്ച അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നടന്നു പോവുകയാണ്. പ്രവാചകന്റെ തോളിൽ നെജറാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബുർദുണ്ട്, ഒരു ഷോളുണ്ട്. അതിൻ്റെ അറ്റെന്ന് പറഞ്ഞാൽ വലിയ നല്ല പരിക്കുള്ളതാണ്. അപ്പം അതിങ്ങനെ പ്രവാചകൻ തോളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നടന്നു പോകുന്ന സമയത്ത് ഒരു അറാബിയായ മനുഷ്യൻ, ഗ്രാമീണനായ മനുഷ്യൻ വന്ന് പുറകിലൂടെ വന്ന് ആ ഷാള് പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളുത്ത ശരീരം ചുവന്നിട്ടുണ്ട്. ആ രൂപത്തിൽ ശക്തിയായിക്കൊണ്ട് നബിക്ക് വേദനിക്കുന്ന രൂപത്തിൽ ഒരാൾ അങ്ങോട്ട് വലിക്കുകയാണ്. ആലോചിച്ച് നോക്കി, നമ്മളിങ്ങനെ കഴുത്തിലൂടെ ഒരു ഷോൾ ഇട്ടിട്ട് നമ്മുടെ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും എത്ര വലിയ വേണ്ടപ്പെട്ട ആളാണെങ്കിലും കഴുത്തിലൂടെ പിടിച്ചിട്ട് അങ്ങോട്ട് വിളിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നൊരു വികാരമുണ്ട്. അവിടെ ചിലപ്പോൾ നമ്മൾ കൂട്ടുകാരനാന്നുള്ളത് മറക്കും, നമ്മുടെ സഹോദരനാന്നുള്ളത് മറക്കും. ഇതൊരു അറാബിയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ മുഹമ്മദ് മുർലി മിമ്മാലില്ലാഹില്ലദീ ഇൻദക്, മുഹമ്മദേ നിന്റെ സമ്പത്ത് നിന്ന് എനിക്ക് തരാൻ വേണ്ടിയിട്ട് ആളുകളോട് കൽപ്പിക്കാൻ. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നബി ഒന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ തല നിലത്ത് കടന്ന് ഉരുളും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? പുറകിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ്, അയാൾ പുറകിലാണല്ലോ, പുറകിലേക്ക് തിരിഞ്ഞിട്ട് അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, സ്വഹാബ അവരെന്താണോ വേണ്ടത് അത് ഇങ്ങോട്ട് കൊടുക്കും എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പറഞ്ഞു വന്ന വിഷയം, നബി ഒരിക്കലും പ്രവാചകന്റെ സ്വന്തം വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഒരാളോടും പ്രതികാര ചിന്തയുമായി കൂടെ നടന്നിട്ടില്ല, ഒരാളോട് പ്രതികാരം കാട്ടിയിട്ടില്ല. അങ്ങനെ പ്രതികാരം കാട്ടുമായിരുന്നെങ്കിൽ നബി പ്രതികാരം കാട്ടേണ്ടത് ആരോടാണെന്നറിയോ? ഹുബാബ് ബിൻ അസ്വദിനോടാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഹിജ്റ 8-ാം വർഷം മക്കാ വിജയ സമയത്ത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ഇങ്ങനെ പോണ സമയത്ത് മക്ക പിടിച്ചടക്കിക്കാണ്. നബിയും സ്വഹാബത്തും മക്ക പിടിച്ചടക്കി. ഖുറൈശികളായ ആളുകൾ അവരുടെ വീടിൽ ഉൾവലിഞ്ഞിരിക്കുകയാണ്. ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യമല്ല. അപ്പോൾ സഅദ് ബിൻ ഉബാദ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അൽ യൗമു യൗമുൽ മൽഹമ, ഇന്ന് രക്തച്ചൊരിച്ചിലിൻ്റെ ദിവസമാണ്, ഇന്ന് പ്രതികാരത്തിൻ്റെ ദിവസമാണ്. നിങ്ങൾ പ്രവാചകനോട് ചെയ്തതിനുള്ള മുഴുവൻ കാര്യങ്ങളും എണ്ണി എണ്ണി ഇന്ന് ഇവിടെ തീർക്കും. ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞത് എന്താണെന്നറിയോ? സഅദേ അങ്ങനെ പറയരുത്, അൽ യൗമു യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ഒരാളോടും രക്തച്ചൊരിച്ചിലില്ല, ഒരാളോടും പ്രതികാരമില്ല. അങ്ങനെ നബി എല്ലാ ആളുകൾക്കും പുറത്തു കൊടുത്ത ചരിത്രം നമുക്കറിയാലോ. ആ പുറത്തു കൊടുത്ത കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഹുബ്ബാർ ഇബ്നുൽ അസ്വദ്. ആരാ ഈ ഹുബ്ബാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ പെൺകുട്ടി സൈനബ് റളിയല്ലാഹു അൻഹ. ഈ സൈനബ് ബീവി മക്കയിൽ നിന്നും മദീനയിലേക്ക് രക്ഷപ്പെടുന്ന സമയത്ത് ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് സൈനബ് ബീവിയെ തള്ളി താഴേക്ക് ഇടുന്നത് ആരാണ്? ഈ ഹുബ്ബാറാണ്. ഈ സൈനബ് ബീവി ആ സമയത്ത് ഗർഭിണിയായിരുന്നു. അപ്പൊ ഈ ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് വീണപ്പോൾ ആ വീഴ്ചയുടെ ആഘാതത്താൽ അവിടെ വെച്ച് പ്രസവിച്ചു, കുട്ടി മരിച്ചു. പിന്നീട് അവർക്ക് രോഗം ബാധിച്ച് ആകെ അവശയായി. അവരെ മറ്റുള്ള സ്വഹാബത്ത് നേരെ മദീനയിലേക്ക് എത്തിച്ചു.
പിന്നീട് രോഗം ബാധിച്ച് അവർ മദീനത്ത് മരണപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി, നബിയുടെ പേരക്കുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായ വ്യക്തി, നബിയുടെ മകൾ സൈനബ് ബീവിയുടെ, അതുകൊണ്ടാണ് നബി പറഞ്ഞത് സൈനബ് ഹിയ അഫ്ളലുൽ ബനാതി ഉസീബതു ഫിയ, എൻ്റെ മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മോള് സൈനബാണ്. കാരണം ഞാൻ കാരണം ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ മോക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള മകളുടെ മരണത്തിന് കാരണക്കാരനായ ഉബാദ് ബിനുൽ അസ്വദിനെ നബിൻ്റെ മുമ്പിൽ ഇങ്ങനെ കിട്ടുകയാണ്. എന്തും ചെയ്യാം, ഒരാളും ചോദിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയാണ്. അതായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ വിഷയത്തെ നമ്മൾ ഒരാളോടും പ്രതികാരത്തിന് ഇറങ്ങരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളുടെ മേലിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഏത് വിഷയത്തിലാണ്? അവർ അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരു ഭരണാധികാരി എന്ന നിലക്ക് പ്രവാചകൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ വിഷയത്തിൽ അവരോട് പ്രതികാര ചിന്തയുമായി കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കണമെന്ന മനോഭാവവുമായി കൊണ്ട് അവരിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെന്നപ്പോൾ, പിന്നെ പള്ളിയിൽ സ്വഹാബത്ത് വളരെ കുറവാണ്. ചില ആളുകൾ ഓരോ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കുറേ പേര് വന്നിട്ടില്ല പള്ളിയിലേക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ്, ലഖദ് ഹമംതു അൻ അമുറ ബിസ്സലാത്തി ഫതുഖാമ ثم أخالف إلى منازل قوم لا يشهدون الصلاة فأحرك عليهم. സ്വഹാബ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇമാമ് നിൽക്കി, എന്നിട്ട് ഇന്ന് നിസ്കാരത്തിന് ജമാഅത്തിന് വരാത്തവരുടെ വീട് ഞാൻ കത്തിച്ച് വരട്ടെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിലേക്ക് നിന്നിട്ടുണ്ട്. ഒന്നാലോചിച്ച് നോക്കിയും, ആ നിസ്കാരത്തിന് വരാത്ത ആളുകൾ പ്രവാചകനെ എന്തെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? വ്യക്തിപരമായി കൊണ്ടില്ല. റസൂലുള്ളാഹിനെ എന്തെങ്കിലും അവർ മോഷ്ടിച്ചിട്ടുണ്ടോ? പ്രവാചകൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇസ്ലാമിക വിഷയത്തിൽ അവര് പുറകിലേക്ക് പോയപ്പോൾ ആ വിഷയത്തിൽ പ്രവാചകൻ അവർക്കെതിരെ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കാൻ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ജൂതനായ വ്യക്തി മദീനയിലേക്ക് കച്ചവടത്തിന് വേണ്ടി വന്നു. അപ്പൊ കച്ചവടത്തിന് വന്നപ്പോ ഒരാൾ എന്ത് ചെയ്തു? ഈ ജൂതനായ വ്യക്തിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം മുമ്പിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ ജൂതൻ എന്ത് ചെയ്തു? ഈ സാധനം എടുത്ത് ഒറ്റ എറിഞ്ഞിട്ട്, എന്നിട്ട് എറിഞ്ഞിട്ട് പറയാണ്, ലവല്ലദി ഇസ്തഫാ മൂസാ അലൽ ബശർ, മാനുഷിക കുലത്തേക്കാൾ മൂസാ നബിയെ തെരഞ്ഞെടുത്ത, മൂസാ നബിക്ക് പ്രാധാന്യം നൽകിയ റബ്ബ് തന്നെയാണ് സത്യം, ഈ സാധനം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താണ്? അഥവാ മനുഷ്യ കുലത്തേക്കാൾ മൂസാ നബിക്ക് സ്ഥാനം നൽകിയ റബ്ബ് തന്നെയാണ് സത്യം, ഈ വസ്തു എനിക്ക് വേണ്ട. ഇതാര്? ഒരു അൻസ്വാരിയായ സ്വഹാബി അങ്ങാടിയിലുണ്ടത് അദ്ദേഹം കേട്ടു. അൻസ്വാരിയായ സ്വഹാബി ഫഖാമ ഫലതമ, വന്നിട്ട് ഇയാളുടെ മുഖത്തൊരൊറ്റ അടിച്ചു, ഈ ജൂതന്റെ മുഖത്ത്. എന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ജീവിച്ചിരിക്കെ അദ്ദേഹത്തെക്കാൾ മൂസാ നബിക്ക് സ്ഥാനം കൊടുക്കും നീ, പറഞ്ഞിട്ടാണ് അടിക്കണത്. ഈ ജൂതനായ വ്യക്തി എന്ത് ചെയ്തു? നേരെ നബിന്റെ അരികിലേക്ക് പോയി പരാതി പറഞ്ഞു. എന്നിട്ട് നബിനോട് പറയാണ്, ഇന്നൽ യാ അബുൽ ഖാസിം, അബുൽ ഖാസിമേ, ഇന്നലി ദിമ്മതൻ വഹദൻ, എനിക്ക് ചില കരാറുകളും ഉടമ്പടികളും ഉണ്ട്. ഞാൻ ആ മുസ്ലിമാണ്, ജൂതനാണ്. പക്ഷെ മുസ്ലിം രാജ്യത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് സംരക്ഷണം നൽകേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഞാനിവിടെ നികുതി നൽകുന്നുണ്ട്, അപ്പൊ അത് നിങ്ങളുടെ ബാധ്യതയാണ്. പക്ഷെ നിങ്ങളുടെ അൻസാരിയായ ഒരാൾ എൻ്റെ മുഖത്തടിച്ചിട്ടുണ്ട്, എനിക്ക് അതിനെന്ത് ചെയ്യണം? നീതി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരിയെ വിളിച്ചു. അൻസാരിനോട് ചോദിക്കണം, എന്തിനാണ് അടിച്ചത്? നബി, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെക്കാൾ സ്ഥാനം മൂസാ നബിക്ക് കൊടുത്താൽ എനിക്ക് സഹിക്കൂല, അതുകൊണ്ട് അടിച്ചതാണ്. ഇത് പറഞ്ഞ ഉടനെ സ്വഹാബി പറയാണ്, ഫഗദിബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദാ ഉദിയ ഫീ വജ്ഹിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവന്നു. പ്രവാചകൻ ഇതുപോലെ ദേഷ്യപ്പെട്ടിട്ട് ആ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ മുഖം ചുവന്ന് പ്രവാചകൻ ദേഷ്യപ്പെട്ടാണ്. എന്നിട്ട് നബി പറഞ്ഞൊരു വാക്കാണ്, ലാ തുഫദ്ദിലു ബൈന അംബിയാഇല്ല, അള്ളാഹിന്റെ പ്രവാചകന്മാർക്കിടയിൽ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യേണ്ട? മഹത്വ കൽപ്പിക്കണ്ട. ഇന്നയാള് മറ്റയാളേക്കാൾ സ്ഥാനം, മറ്റയാൾ ഇന്നയാളേക്കാൾ സ്ഥാനം എന്ന് നിങ്ങൾ പറയണ്ട. മറ്റൊരു റിവായത്തിൽ കാണാൻ കഴിയും, മൂസയേക്കാൾ നിങ്ങൾ എനിക്ക് മഹത്വ കൽപ്പിക്കരുത് എന്ന് പോലും ആര് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ വിഷയത്തിൽ പ്രവാചകൻ ആ സ്വഹാബിയോട് ഒരു പ്രതികാര മനോഭാവവുമായി കൊണ്ട് മാറിയിട്ടുണ്ട്. എന്തേ? അവിടെ ഒരാള് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം പ്രവർത്തിച്ചപ്പോ, അവിടെ ഒരു തെറ്റ് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? അവിടെ ഇടപെട്ടു എന്നുള്ളതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ മനോഹരമായ ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ കഴിയും. ഈ സയ്യിദ് ബിൻ സഅന എന്ന് പറയുന്ന ഒരു ജൂത പുരോഹിതനുണ്ടായിരുന്നു. ഒരിക്കൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് പണം ഇയാൾ കടം കൊടുത്തു. നബി ചോദിച്ചു വാങ്ങിയതല്ല. ഒരിക്കൽ ഈ സയ്യിദ് ബിൻ സഅനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ ചില ഫക്കീറന്മാരായ മിസ്കീനന്മാരായ ആളുകൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ കഴിക്കാനൊന്നുമില്ല, പട്ടിണിയാണ്, പ്രയാസമാണ്, എന്തെങ്കിലും തരും. അപ്പൊ നബിക്ക് എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തില്ല, ഒന്നുമില്ല. അപ്പൊ ഈ സയ്യിദ് ബിൻ സഅന എന്ന് പറയുന്ന ജൂത പുരോഹിതൻ എന്ത് ചെയ്തു, നബിക്ക് കുറച്ച് പണം കടം കൊടുത്തു. നബി നിങ്ങളത് കൊടുത്തോളൂ, ഇത് കടായിട്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം അവർ നിശ്ചയിച്ചു. ആ ദിവസം എന്ത് ചെയ്താൽ മതി, എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന രൂപത്തിൽ കരാറ് വെച്ചുകൊണ്ട് കുറച്ച് പണം കൊടുത്തു. അങ്ങനെ അയാൾ പോയി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ആ ദിവസത്തിൻ്റെ ഒക്കെ എത്രയോ ദിവസം മുമ്പ് ഒരിക്കൽ ബഖീ ഖബർസ്ഥാനിൽ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബത്ത് എല്ലാവരും ഉണ്ട്. ബഖീ ഖബർസ്ഥാനിൽ ഒരു സ്വഹാബിന്റെ മയ്യത്ത് മറമാടാണ്. അപ്പോൾ വളരെ വേഗത്തിൽ ഈ സയ്യിദ് ബിൻ സഅന എന്ന് പറയുന്ന വ്യക്തി വന്നത് മാത്രമല്ല, അതൈതുഹു ഫഅഖദതു ബിമജാമി ഖമീസിഹി വരിദാഇഹി ഫനദർതു ഇലൈഹി ബിവജ്ഹിൻ ഗലീർ. റസൂലുള്ളാഹിന്റെ തട്ടവും പ്രവാചകന്റെ വസ്ത്രവും കൂട്ടിങ്ങ് പിടിച്ചു. നബി ഇപ്പൊ എവിടെ ഉള്ളത്, ഖബർസ്ഥാനിലാണ്. ഒരു സ്വഹാബിന്റെ മയ്യത്ത് ഖബറടക്കുകയാണ്. അപ്പോൾ ഓടിങ്ങോട്ട് വന്നിട്ട് ഈ സയ്യിദ് ബിൻ സഅന എന്ന് പറയുന്ന വ്യക്തി നബിയുടെ രിദാവും തട്ടവും നബിയുടെ വസ്ത്രവും കൂട്ടിപ്പിടിച്ചിട്ട് പ്രവാചകനെ തള്ളി അങ്ങോട്ട് ഇട്ടു. പ്രവാചകനെ തള്ളിയിടുക മാത്രമല്ല, എന്നിട്ട് പറയാണ്, ഫഖുൽതു ലഹു അലാ തഖ്ദീനി യാ മുഹമ്മദ് ഹഖി. മുഹമ്മദേ, എന്റെ കട എപ്പോഴാ നീ വീട്ടുക, മുഹമ്മദേ എന്റെ അവകാശം എപ്പോഴാ നീ വീട്ടുക എന്ന് പറഞ്ഞിട്ടാണ് നബിയെ പിടിച്ച് തള്ളിയിടുന്നത്. വീണ്ടും അയാൾ പറയാണ്, ഫവല്ലാഹി മാലിംതുകും ബനി അബ്ദുൽ മുത്തലിബ് ലിമുതല്ലിം. ഈ അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ കടം വാങ്ങിയാൽ തിരിച്ചു തരാത്തവരാണ്, ഞാൻ അറിഞ്ഞില്ല, അങ്ങനെ ഞങ്ങൾക്ക് തരൂലായിരുന്നു. എന്റെ ഹക്ക് എപ്പോഴാ, എന്റെ കട എപ്പോഴാ നിങ്ങൾ വീട്ടുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ സമയത്ത് പറയുന്നുണ്ട്, മനുഷ്യ നിങ്ങൾ പറഞ്ഞ ദിവസമായിട്ടില്ല, നമ്മൾ നിശ്ചയിച്ച ദിവസം ഉണ്ടല്ലോ അതായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും ഇയാൾ ദേഷ്യപ്പെടുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കോപാന്തനായിക്കൊണ്ട് ഉറയിൽ നിന്ന് വാളുകൂടി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി നീ റസൂലുള്ളാഹിനോട് സംസാരിച്ചാൽ ഉമറിന്റെ നാവല്ല ഉമറിന്റെ വാളായിരിക്കും സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന്റെ നേരേക്ക് തിരിഞ്ഞു. ഉമറിന്റെ നേരേക്ക് തിരിഞ്ഞിട്ട് പ്രവാചകൻ പുഞ്ചിരിക്കുകയാണ്. ഉമറിനോട് പറയാണ്, ഉമറേ, ഇങ്ങനത്തെ സമീപനല്ല ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഉമർ, നീ പറയേണ്ടത് എന്താണ്? റസൂലെ, നിങ്ങൾ മാന്യമായിട്ട് അയാളുടെ കടം വീട്ടി എന്ന് നീ എന്നോട് പറയണം. നീ സയ്യിദിനോട് പറയേണ്ടത് എന്താ? സയ്യിദ്, നിങ്ങൾ കടം ചോദിക്കുമ്പോൾ, കടം തിരിച്ചു ചോദിക്കുമ്പോൾ മാന്യമായിട്ട് ചോദിക്കും. അങ്ങനെയാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ പ്രതികാര മനോഭാവമായിട്ട് നീ മാറരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളുടെ കടം വീട്ടണം. നബിയും സ്വഹാബത്തും ഒരു സ്വഹാബിന്റെ മയ്യത്ത് മറമാടുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. ഉമറിന്റെ ചെവിയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, കുറച്ച് പണം അധികം അയാൾക്ക് കൊടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനുള്ള പണം കയ്യിൽ കൊടുത്തു. പ്രവാചകൻ കടം വാങ്ങിയ പണം നിനക്ക് വേണ്ടിയിട്ടല്ല. ആ വിഷയം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹിക്ക് പോലും അല്ല, ആ ദിവസം പോലും ആയിട്ടില്ല. അപ്പൊ ആ പണം ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. കുറച്ച് പണം അധികം കൊടുത്തു. സയ്യിദ് ബിൻ സഅന ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കുറച്ച് അധികം പണം നൽകിയത്? അതിന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നിങ്ങളോട് കുറച്ച് മോശമായിട്ട് പെരുമാറിയില്ലേ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞതാണ് കുറച്ച് അധികം പണം നിങ്ങൾക്ക് നൽകാൻ. അവിടെയാണ് സയ്യിദ് ബിൻ സഅന എന്ന് പറയുന്ന ജൂത പുരോഹിതൻ പറയുന്നത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കലിമത്തു ഷഹാദ ആ മനുഷ്യൻ പറയണം. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ആ കടം വാങ്ങിയ സമ്പത്തില്ലേ ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മുസ്ലിങ്ങൾക്കാണ്. അദ്ദേഹത്തിന് അധികം കൊടുത്ത പണല്ലേ, അതും കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മുസ്ലിങ്ങൾക്കാണ്. ഇനി സയ്യിദിന് മദീനയിൽ എന്ത് സമ്പത്തുണ്ടോ അത് മുഴുവനും മുസ്ലിങ്ങൾക്കാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സുന്ദരമായിട്ടാണ് പ്രവാചകൻ കാര്യങ്ങളെ നോക്കിയത്. പ്രവാചകന്റെ ജീവിതത്തിലെ അധ്യാപനങ്ങൾ, അതിലെ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദം നബിയുടെ മക്കളായ ഹാബീലും കാബീലും, കാബീലാണ് ഹാബീലിനെ കൊല്ലുന്നത്. അപ്പൊ ഹാബീലിനെ കൊല്ലാൻ വേണ്ടി കൈ ഉയർത്തിയ സമയത്ത് ഹാബീൽ പറയുന്ന ചില വാക്കുകളുണ്ട്. സൂറത്ത് മാഇദയുടെ 28-ാമത്തെ ആയത്ത്, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ നബിബാസിതിൻ യദിയ ഇലൈക ലിയഖ്തുലക.
സഹോദര, നീ എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കയ്യെ എൻ്റെ നേരേക്ക് ചൂണ്ടിയാലും എൻ്റെ കൈ ഞാൻ നിന്റെ നേരേക്ക് ചൂണ്ടൂല. കാരണം ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ റബ്ബിനെ എനിക്ക് പേടിയാണ്. ആ റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നീ എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കൈ എൻ്റെ നേരേക്ക് ചൂണ്ടിയാലും എൻ്റെ കൈ നിന്റെ നേരേക്ക് ചൂണ്ടൂല. കാരണം എനിക്ക് അള്ളാഹിനെ പേടിയുണ്ട് എന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഹാബീൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. പ്രതികാര ചിന്തവുമായി കൊണ്ട്, പ്രതികാര മനോഭാവവുമായി കൊണ്ട് നമ്മൾ നടക്കരുത്. ഏറിപ്പോയ വളരെ കുറച്ച് കാലമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാലത്ത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ, സഹന മനോഭാവവുമായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. ഓക്കെ, ബദർ ഉഹുദിന്റെ രണഭൂമിയിൽ ശക്തമായി കൊണ്ട് പോരാടി ഷഹീദായ ഒരു സ്വഹാബിയുണ്ട്. സ്വഹാബിയുടെ പേര് ഹംസ എന്നാണ്. എല്ലാ ആളുകൾക്കും അറിയുന്ന ചരിത്രമാണ്. ആ ഹംസ എന്ന പേരിൻ്റെ കൂടെ നമ്മൾ ഇന്ന് പറയുന്നു റളിയല്ലാഹു അൻഹു എന്നുള്ളത്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞു പറഞ്ഞത് വഹ്ഷിയാണ്. ആ വഹ്ഷിന്റെ പേരിൻ്റെ കൂടെ നമ്മൾ ഇന്ന് പറയുന്നു റളിയല്ലാഹു അൻഹു എന്നുള്ളത്. ആ വഹ്ഷിയെ ആ ദൗത്യം ഏൽപ്പിക്കുന്നത് ഹിന്ദും അബൂ സുഫിയാനാണ്. ഹിന്ദിന്റെ പേരിൻ്റെ കൂടെ നമ്മൾ ഇന്ന് പറയുന്നു റളിയല്ലാഹു അൻഹ. അബൂ സുഫിയാന്റെ പേരിൻ്റെ കൂടെ നമ്മൾ ഇന്ന് പറയുന്നു റളിയല്ലാഹു അൻഹു എന്നുള്ളത്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണം, പുറത്തു കൊടുക്കണം. നമ്മൾ മറ്റുള്ള ആളുകളോട് കരുണ ചെയ്താൽ മേലായ റബ്ബ് നമ്മളോട് കരുണ ചെയ്യും. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മളെപ്പോഴും നമ്മൾ ആലോചിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രതികാര മനസ്സുമായി കൊണ്ട്, പ്രതികാര ചിന്തയുമായി കൊണ്ട് നാം ഒരിക്കലും നടക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വ്യക്തിപരമായ വിഷയത്തിൽ ഒരാളോടും പ്രതികാരം ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആര് നമ്മളോട് എന്ത് ചെയ്താലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ. അവർ നമ്മളോട് അതിക്രമം ചെയ്തിട്ടുണ്ടോ പടച്ച റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? നാളെ പരലോകമുണ്ട്. നാളെ അല്ലാഹുവിൻ്റെ വിധി നടക്കുന്ന ചില ദിവസങ്ങളുണ്ട്. ആ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ വിധിച്ചു തരും. അതുകൊണ്ട് പ്രതികാര ചിന്തയുമായി കൊണ്ട്, പ്രതികാര മനോഭാവവുമായി കൊണ്ട് ഒരിക്കലും വ്യക്തിപരമായ വിഷയങ്ങളിലോ ചില വ്യക്തികൾ പ്രതികാരം തീർക്കാൻ വേണ്ടി ഇറങ്ങണതോ ശരിയല്ല. ഞാൻ ഒറ്റ ചരിത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അബൂ ലൂലത്തിൽ മജൂസി എന്ന് പറയുന്ന മജൂസി കുത്തി ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉബൈദുള്ള അതിന് പ്രതികാരത്തിന് ഇറങ്ങി. ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു മകനാണ് ഉബൈദുള്ള. ഉബൈദുള്ള പ്രതികാരത്തിന് ഇറങ്ങി ഈ അബൂ ലൂലിൻ്റെ ഭാര്യനെ വധിച്ചു. ഈ അബൂ ലൂലയെ ഈ ദൗത്യമേൽപ്പിച്ച ജാഫ്ന എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പുരോഹിതനെ ഈ ഉബൈദുള്ള വധിച്ചു. ഇങ്ങനെ 2-3 പേരെ വധിച്ചതിന് ശേഷം ഉബൈദുള്ള വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? ഉബൈദുള്ളയെ വധിക്കണം എന്നാ. കാരണം ഇസ്ലാമിക ഭരണകൂടത്തിൽ ഇവരുടെ ഭരണകൂടം ഉണ്ടായിരിക്കെ സ്വന്തം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതികാര ചിന്ത പൂർത്തീകരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഉബൈദുള്ളയെ തിരിച്ചു വധിക്കണം എന്നാണ് അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്ത് പറഞ്ഞതെങ്കിൽ നമ്മുടെ നാട് ഇന്ത്യ മഹാരാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ഒരു വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമ്മുടെ നാടുകളിൽ കലാപമോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് മാറരുത്. വികാരത്തോടെ അല്ലാതെ വിവേകത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുവാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.